മനുഷ്യ മനസ്സുകളെ തഴുകി ഉണർത്തുന്ന നാഗപട്ടണം വേളാങ്കണ്ണി ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് വേളാങ്കണ്ണിയിൽ ചരിത്രത്തിന്റെ ആരംഭം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് വേളാങ്കണ്ണി അണ്ണാപ്പിള്ളை തെരുവിൽ ഒരു കുളവും അതിന്റെ കരയിൽ ഒരു വലിയ ആൽമരവും ഉണ്ടായിരുന്നു. തണൽ പ്രദേശമായിരുന്ന ഈ സ്ഥലം സഞ്ചാരികൾ വിശ്രമിക്കുവാൻ ഉപയോഗിച്ചു. വഴിയാത്രക്കാർ ദാഹജലം കുടിക്കുവാനും കുളിക്കുന്നതിനും തണലിൽ വിശ്രമിക്കുന്നതിനും ഈ കുളക്കര ഉപയോഗപ്പെട്ടു. വേളാങ്കണ്ണിയിൽ താമസിച്ചിരുന്ന ഒരു ബാലൻ ഈ കുളക്കരയിലൂടെ നാഗയിലുള്ള തന്റെ യജമാനന് ദിവസേന പാൽ കൊണ്ടുപോകുമായിരുന്നു. പതിവ് പോലെ അന്നും അവൻ പാൽ കൊണ്ടുപോവുകയായിരുന്നു. അന്ന് ചൂട് കൂടുതലായിരുന്നു. ക്ഷീണിതനായ ബാലൻ വെള്ളം കുടിച്ചതിന് ശേഷം മരത്തണലിൽ വിശ്രമിക്കുവാൻ ഇരുന്നു. അവശനായതിനാൽ തണലും ഇളങ്കാറ്റും അവനെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. ഇന്ന് പാല് കുറവാണല്ലോ. എന്താ പാല് കുറവാണോ? അറിയടാ, പാലെങ്ങനെ കുറഞ്ഞു? കടയിൽ കൊടുത്ത് വിറ്റോ? എന്നോട് കള്ളം പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ പാല് കുറഞ്ഞു? ഇതാ ഒരു വാക്ക്, മര്യാദ ഇല്ലാതെ ഒരു വാക്ക്. ഈ നാട്ടിൽ നിന്ന് പാല് വാങ്ങാതെ വേളാങ്കണ്ണിയിൽ നിന്ന് വരുത്തുന്നത്